തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ വിനോദ് തോമസ്, കോട്ടയം. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ച കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കണം നമുക്കിടയാക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ഈ ദിനത്തിൽ ദൈവത്തിന്റെ പുത്രനെ ദൈവം മരിച്ചവരുടെ ഇരുന്ന് ഉയർത്തുനിൽപ്പിച്ച ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ കഴിയുന്നത് എത്രയോ സന്തോഷദായകമായ കാര്യമാണ്. നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞാൻ 10 പേരെയല്ലയോ സൗഖ്യമാക്കിയത്, നന്ദി പറയുവാനായിട്ട് ഈ അന്യാധികാരനല്ലാതെ മറ്റാരും വന്നില്ലല്ലോ എന്ന് പറയുന്നതായിട്ട് നാം വായിക്കുന്നു. ദൈവം എപ്പോഴും നമ്മുടെ നന്ദി ആഗ്രഹിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം അതിന് യോഗ്യനായ ദൈവമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്ക് വളരെ സുപരിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ഈ ആഴ്ചവട്ടത്തിന് 1-ാം നാളായിരിക്കുന്ന ദിവസത്തിൽ പങ്കുവയ്ക്കാം. 100-ാം സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയുടെ സന്നിധിയിൽ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ സകല ഭൂവാസികളെയും ആഹ്വാനം ചെയ്യുകയാണ്. ആഹ്വാനം ചെയ്യുന്നതാണ്, നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. നിങ്ങളുടെ സൃഷ്ടാവായ, നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയ്ക്ക്, സർവ്വത്തിന്റെയും നിയന്ത്രിതാവായിരിക്കുന്ന യഹോവയ്ക്ക് ആർപ്പിടുക. ആർപ്പിടുക നമുക്കറിയാം സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണ്. നാം എപ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. ഇത്ര ഉന്നതനായ ഒരു ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്നോർത്ത് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് തുടർന്നുള്ള 2-ാം വാക്യത്തിൽ പറയുന്നത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നാം സന്തോഷമുള്ളവരായിരിക്കണം. 2, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. നമ്മുടെ ഹൃദയത്തിൽ പാട്ടുണ്ടായിരിക്കണം. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന ഗാനത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്? യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവനാണ് ദൈവം, യഹോവയാണ് ദൈവം. അനേക ദേവന്മാരുണ്ട് എന്ന് നാം പറയുമെങ്കിലും അവരൊക്കെ മനുഷ്യ നിർമ്മിതമാണ്. അവരൊക്കെ മനുഷ്യന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്നവനാണ്. എന്നാൽ ഈ ദൈവം അങ്ങനെയുള്ളവനല്ല. ഈ ദൈവമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവായ ദൈവം, സത്യദൈവം, ജീവിക്കുന്ന ദൈവം. ഈ ദൈവമാണ് യഹോവ തന്നെ ദൈവം എന്നറിയുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടികളായിരിക്കും നമുക്ക് വലിയ കടപ്പാടുണ്ട്. അടുത്തതായിട്ട്, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവൻ ഉള്ളവരാകുന്നു. നാം അവന്റെ സൃഷ്ടികളാണ്. അവനാണ് നമ്മെ ഉണ്ടാക്കിയത്. അവന്റെ കൈകളുടെ പ്രവൃത്തിയാണ് നാം. ഇത്ര വലിയവനായ ദൈവം എന്നെ ഉണ്ടാക്കിയല്ലോ, എന്നെ നിർമ്മിച്ചല്ലോ, എന്നെ ഉണ്ടാക്കുവാൻ അവന് പ്രസാദം തോന്നിയല്ലോ, ഈ ഭൂമിയിലേക്ക് ഒരു ജീവനും ജീവിതവും നൽകി എന്നെ അയച്ചല്ലോ. അത് നമുക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവമേ, എന്നെ ഉണ്ടാക്കുവാൻ ഇടയാക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മാത്രമല്ല, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ സ്വന്തമായി തീരുവാൻ നമുക്കിടയായി തീർന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ ജനമായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഒരിക്കൽ നാം ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പ് നമ്മൾ തെറ്റിയുള്ള ആടുകളായിരുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരായിരുന്നു. എന്നാൽ ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അയക്കുകയും ആ പുത്രന്റെ മേൽ നമ്മുടെ പാപത്തിന് ശിക്ഷ മുഴുവൻ ചുമത്തുകയും നമ്മെ ദൈവം പുത്രനിലൂടെ വീണ്ടെടുക്കുകയും ചെയ്തു. ഇന്ന് അവന്റെ ജനമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കഴിയുന്നത്? അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ.
അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും നമുക്ക് അവന്റെ സന്നിധി ചെന്ന് ഇത്ര ഉന്നതനായ ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങ് ഏറ്റവും ഉന്നതനായ ദൈവം, എന്നെ ഓർത്ത ദൈവം, എന്നെ രക്ഷിച്ച ദൈവം, എന്നെ അവിടുത്തെ ജനമാക്കി തീർത്ത ദൈവം, എന്നെ അവിടുത്തെ വകയാക്കി തീർത്ത ദൈവം. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, നല്ലവനായ ഒരു ദൈവം, സ്നേഹവാനായ ദൈവം, നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമുക്ക് പുത്രനായ കർത്താവായ യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. അവിടുത്തെ എല്ലാ നന്മകളെയും ഓർക്കാം, അവിടുത്തെ എല്ലാ കരുതലുകളെയും നമുക്ക് ഓർക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ, സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ, സംഗീത നിർഭരമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വലിയ നാമം ഇപ്പോഴും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.